നമസ്കാരം സുഹൃത്തുക്കളെ. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ പോളിടെക്നിക്കിന് ക്ലാസ്സിന് പോയി, ഇടയ്ക്ക് ജോലിക്ക് പോയി, സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും കാര്യം നോക്കി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന പിള്ളേർ. അതിലൊരുത്തനെ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലെ ഉത്സവത്തിലെ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ അമ്മയെ എന്തോ ചീത്ത വിളിച്ചതിന് പ്രകാരം തിരിഞ്ഞു നിന്ന് ആരാണേലും ആത്മാഭിമാനമുള്ള ആരാണേലും സ്വന്തം അച്ഛനെ അമ്മയൊക്കെ പറയുമ്പോൾ കൊള്ളും, അവർ തിരിഞ്ഞു നിന്ന് എന്താണെന്ന് ചോദിക്കുകയും ചെയ്യും. അതിൻ്റെ പേരിൽ 10, 50, 52 വയസ്സുള്ളവർ ഒരു മരത്തടി വെച്ച് അടിച്ചു കൊല്ലുന്ന ലൈവ് കാഴ്ചകൾ നമ്മളെല്ലാം കണ്ടതാണ്. അവൻ്റെ തലയിൽ അടിക്കുമ്പോഴുണ്ടാകുന്ന ആ അടിയുടെ ശബ്ദം, സത്യം പറഞ്ഞാൽ ആ അടിയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ നിന്നൊക്കെ മാറുന്നതിന് മുമ്പേ അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് പൊടിമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചകൾ നമ്മൾ വേണ്ട കാണണ്ട എന്ന് വെച്ചാലും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കാണുന്ന ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആൺമക്കൾ വേണമെന്നില്ല, മക്കളുള്ള ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. എനിക്കും 2 ആൺമക്കളാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആകാശദൂത് കണ്ടിട്ട് കരയാത്ത ഒരാളുണ്ടെങ്കിൽ അത് പക്ഷെ ഞാനായിരിക്കും. ഒരമ്മയായി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീലിങ്സും വേദനയും ഒക്കെ എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഹരികൃഷ്ണൻ്റെ മരണത്തെക്കുറിച്ചാണ്. സിദ്ധാർത്ഥ് മരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ഇതിലും ക്രൂരമായ ഒരു കൊലപാതകം, ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊന്ന ഒരു സിദ്ധാർത്ഥൻ്റെ കൊലയാളികളെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അവരെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. സുഖമായിട്ട് ജയിലിൽ മട്ടൻ കറിയും ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയും ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല ഫുഡും കഴിച്ച് നല്ല ശമ്പളത്തിൽ കഴിയുന്നു അല്ലേ? ഇതേപോലെ തന്നെ ഇവർക്കും ഇത് തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സൊക്കെ വായിച്ചാൽ അവരെ അങ്ങനെ ചെയ്യണം, ഇവരെ ഇങ്ങനെ ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചേത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാകുലപ്പെടുകയും നമ്മൾ ആക്രോശിക്കുകയും ചെയ്യുകയല്ലാതെ ഇവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നമുക്കൊക്കെ കൃത്യമായി തന്നെ അറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, ഇവരുടെ വീട്ടിലും കാണും ഇതുപോലെ മക്കൾ. പക്ഷേ ഇനി അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പരോളായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയും ആയിക്കോട്ടെ, ഇനി ഒരിക്കലും ഒരു കൊലയാളി എന്നല്ലാതെ അച്ഛ എന്നിവരെ ആ മക്കൾ വിളിക്കാൻ പാടില്ല. കാരണം അതേ പ്രായത്തിലുള്ള ഒരു പയ്യനെയാണ് ഇവർ തല്ലിക്കൊന്നത്. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നിട്ട് അതുപോലെ തല്ലിക്കൊന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചിലർ വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് കേൾക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അതായത് മനുഷ്യത്വം അല്ല അവിടെ, അപ്പോഴും കുത്തിത്തിരിപ്പാണ്. എനിക്ക് അത് കണ്ടിട്ടാണ് ഞാൻ കയ്യിലിട്ട കമൻറ്റുകളും മെസ്സേജസും കണ്ടിട്ട് സത്യം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ്റെ പാർട്ടിയാണ് ചോദിക്കുന്നത്. അവൻ്റെ പാർട്ടി എന്താ പറയാത്തത്? ഏത് പാർട്ടിയിലായിക്കോട്ടെ, ഒരു മനുഷ്യജീവനല്ലേ, ഏത് പാർട്ടി ആയിക്കോട്ടെ. ഇതിനൊക്കെ എന്തിനാണ് പാർട്ടിയും ജാതിയും നോക്കേണ്ട കാര്യം? വേറൊരു കാര്യം ഒരാൾ വന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഹിന്ദു ഒത്തുകൂടിയതിൻ്റെ ഫലമാണ് ഈ കാണുന്നതെന്ന്.